നമസ്കാരം. എൻ്റെ പേര് നോജിൻ എന്നാണ്. ഈ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ചിന്താവിഷയം കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ്. അതിൽ നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു, ദൈവം മതത്തിന് അധീനനാണെന്ന് പറഞ്ഞിരുന്നു. പല മതങ്ങൾ തമ്മിൽ ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ അതിനകത്ത് പറഞ്ഞു വെച്ചിരുന്നു. ദൈവം ഒരിക്കലും മതം സൃഷ്ടിച്ചിട്ടില്ല. ദൈവം പ്രകൃതിയെയും മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്. മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചത്. അത് സൃഷ്ടിച്ചതോടുകൂടി മനുഷ്യൻ മതത്തിന് ഉള്ളിൽ ഒതുങ്ങിപ്പോവുകയും മറ്റു മതങ്ങളെ ഉപദ്രവിക്കുക, ദ്രോഹിക്കുക, അവനവൻ്റെ മതമാണ് സത്യം, ദൈവത്തിൻ്റെ പേരിൽ വരെ മനുഷ്യരെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ദൈവം നമ്മുടെ സഹോദരി സഹോദരന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനായിട്ട് സമ്മതിക്കുമോ ഇല്ലയോ എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഈ കാര്യങ്ങളുടെ വസ്തുത നമുക്ക് മനസ്സിലാവും. കൊലപാതകം എന്ന് പറയുന്നത് മറ്റൊരാളുടെ ജീവിതത്തിൽ കടന്നു കയറി അയാളുടെ ജീവിതത്തെ ഇല്ലാണ്ടാക്കുക എന്നതാണ്. അതിന് ദൈവം ഒരിക്കലും അനുവാദം തന്നിട്ടില്ല. പണ്ടൊക്കെ അനുവാദം തന്നിട്ടുണ്ടായിരുന്നു. അനുവാദം തന്നിട്ടില്ല, പക്ഷേ ആ ഒരു യുദ്ധങ്ങളുണ്ടായിരുന്നു രാജ്യങ്ങൾ തമ്മിൽ. അങ്ങനെ അത് നിലനിൽപ്പിനായിട്ടാണ്. പക്ഷേ ഇത് മതത്തിൻ്റെ പേര്, ദൈവത്തിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ കാണുന്ന അടിയും ഒക്കെ ഉണ്ടാകുന്നത്, യുദ്ധങ്ങളുണ്ടാകുന്നത്. നമുക്ക് ഇനി അടുത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇനിയും സംസാരിക്കാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കേൾക്കുന്ന നമുക്ക് മറ്റ് സഹോദരി സഹോദരന്മാർ, അത് ഏത് മതസ്ഥരെ ആയിക്കോട്ടെ, അവരുടെ വിശ്വാസങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അത് നമ്മുടെ സഹോദരി സഹോദരന്മാർ തന്നെയാണെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് അവരെ സ്നേഹിക്കാം. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നമ്മളെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കാൻ നമുക്ക് സഹായിക്കാം. അതിനായിട്ട് സർവേശ്വരൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ അനുഗ്രഹവും ദൈവകൃപയും ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതേത് മതസ്ഥരെ സഹായിച്ചാലും ദൈവം സഹായിക്കും, നമ്മളെ സഹായിക്കും. ദൈവത്തിൻ്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട. അപ്പം ഇന്നത്തെ വിഷയം ഞാനിവിടെ നിർത്തുവാണ്. നന്ദി.